Good morning. Okay. കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ വായിച്ചായിരുന്നോ ക്ലാസ്സില്? എടുത്തതൊക്കെ നോക്കിയായിരുന്നോ? റെഫറൻസ് ചെക്ക്, പിന്നെ സെലക്ഷൻ ഓർ ഹയറിംഗ് ഡിസിഷൻ പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് ടിപ്സ് ആണ് പറഞ്ഞത് അല്ലെ? ഒരു ശരിയായിട്ടുള്ള നിയമന തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സുകൾ, അത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. പിന്നെ മെത്തേഡ്സ്, റെഫറൻസ് ചെക്കിലുള്ള മെത്തേഡ്സ്, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയായിരുന്നു. ഓക്കെ, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചിട്ടാണോ ക്ലാസ്സിൽ കയറിയത്? ഓക്കെ, എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ചൂടുണ്ടോ? ചൂട് കൂടുതലാണോ? നൈറ്റില് നോമ്പാണത്. ഓക്കെ, നോമ്പാണ്. വെള്ളം കുടിക്കാലോ അല്ലെ? വെള്ളം കുടിക്കൂലേ? കുടിക്കാമോ? നോമ്പെടുക്കുന്നവര് ഇല്ല, ഭയങ്കര ക്ഷീണം ഉണ്ടാവും അല്ലേ വെള്ളം കുടിക്കാതിരിക്കുമ്പോ. അല്ലാത്ത കുട്ടികളൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. ഇപ്പൊ ചൂട് സമയമാണ്, ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത്രയും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാതായിരുന്നു. ആ റെഫറൻസ് ചെക്ക് എന്നുള്ള സെക്ഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ജോബ് ഓഫർ ആണ് കേട്ടോ. ജോബ് ഓഫർ പേരിൽ നിന്ന് തന്നെ അറിയാം. എന്താ ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ? എന്താ? ജോലി ഓഫർ ചെയ്യുന്നു, നമ്മൾ ജോലി വാഗ്ദാനം ചെയ്യുന്നു, അതാണ് ജോബ് ഓഫർ എന്ന് പറയുന്നത്. The offer of employment is also called a job offer. അപ്പൊ നമ്മളെ എംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ തൊഴില് അല്ലെ? അപ്പൊ നമ്മൾ ആ ജോലി ഓഫർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ജോബ് ഓഫർ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ. The offer of employment is also called a job offer. It is an official communication on the part of the employer to the applicants. എന്താ? ഇതൊരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എംപ്ലോയർ ആപ്ലിക്കൻസുമായിട്ട് നടത്തുന്ന ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ് ജോബ് ഓഫർ എന്ന് പറയുന്നത്. In which the employer offers the job to the applicants. ആപ്ലിക്കൻസിന് ജോലി ഓഫർ ചെയ്യാണ്. നിങ്ങൾക്ക് ഈ ജോലി തരാം, അങ്ങനെ ഒരു ഓഫറാണ് അവിടെ കൊടുക്കുന്നത് അല്ലെ? അതൊരു നമ്മൾ വെറുതെ പറയുന്നതല്ല, ഇത് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ഇറ്റ് ഈസ് ആൻ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ എംപ്ലോയർ ടു ദ ആപ്ലിക്കൻസ്. ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ആപ്ലിക്കൻസും എംപ്ലോയറും തമ്മിലുള്ള ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അവിടെ എന്ത് ചെയ്യുന്നു? എംപ്ലോയർ ഓഫേഴ്സ് ദ ജോബ് ടു ദ ആപ്ലിക്കൻസ്. ആപ്ലിക്കൻസിന് എംപ്ലോയർ എന്ത് ചെയ്യുന്നു? ജോലി ഓഫർ ചെയ്യുന്നു. മനസ്സിലായോ? Employer offers the job to the applicants. It can either be oral. ഇനി എങ്ങനെയാ അത് നമ്മൾ ഓഫർ ചെയ്യുന്നത്? എങ്ങനെയാ? ഓറൽ ആയിട്ട്, നമുക്ക് വാക്കുകൊണ്ട് നമുക്ക് ജോലി ഓറൽ ആയിട്ട് പറയാം, അല്ലെങ്കിൽ കൺവേഴ്സ്ഡ് ഓൺ ദ ടെലിഫോൺ, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കൈമാറാം? ഫോണിലൂടെ. ഓർ ക്യാൻ ബി റിട്ടേൺ, അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് ഒന്നിന് ഫോണിലൂടെ നമുക്ക് അറിയിക്കാം, അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് ഇൻ ദ ഫോം ഓഫ് എ ലെറ്റർ, ലെറ്ററിന്റെ ഫോമില്, അല്ലെങ്കിൽ ഓർ ത്രൂ ഇലക്ട്രോണിക് മീഡിയ ലൈക്ക് ഇമെയിൽ. ഇപ്പൊ നമ്മൾ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ലെറ്റർ ഒന്നും അയക്കണമെന്നില്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരൂലേ? ഓഫർ ലെറ്റർ വരും. ലെറ്റർ ഒക്കെ ആയിരുന്നു പണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ഇപ്പൊ എന്താ മെയിൽ ചെയ്താൽ മതി അല്ലെ? ആപ്ലിക്കൻസിന് മെസ്സേജ് അയച്ചാൽ മതി, മെയിൽ അയച്ചാൽ മതി. അപ്പൊ ഈ രീതിയിലൂടെയൊക്കെ നമുക്ക് ഈ ഇൻഫർമേഷൻ നമുക്ക് കൈമാറാം. ഈ എംപ്ലോയ്മെന്റിനെ കുറിച്ച് എംപ്ലോയറിന് ആ ജോബ് ഓഫർ ആപ്ലിക്കൻസിന് ഈ രീതിയിലൂടെയൊക്കെ കൈമാറാം. ഇങ്ങനെയൊക്കെ ഓറലായിട്ട്, അല്ലെങ്കിൽ ഫോണിലൂടെ, അല്ലെങ്കിൽ റിട്ടേൺ ലെറ്റർ ഫോർമാറ്റില്, അല്ലെങ്കിൽ എങ്ങനെയാ ഇമെയിലായിട്ടും നമുക്ക് ഈ മെസ്സേജുകൾ കൈമാറാം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക, രണ്ടാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടുക. Dash is an official communication on the part of the employer to the applicant in which the employer offers the job to the applicant. എന്താ? ജോബ് ഓഫർ. ആ രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടുക. പിന്നെ മൂന്നാമത്തെ സെന്റൻസിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ഏതിലൂടെ അതൊക്കെ നമുക്ക് അവര് ജോബ് ഓഫർ നൽകാം. ഓറലായിട്ട്, ഫോണിലൂടെ, അല്ലെങ്കിൽ ലെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ മെയിലായിട്ട്.
When the offer is in written form, in written form ആണെങ്കിൽ പറയുമെങ്കിൽ it should clearly mention the designation. ഇനി നമ്മൾ റിട്ടേൺ ആയിട്ട് കത്തായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെന്ന് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. ഡെസിഗ്നേഷൻ ഏതാണ്, പൊസിഷൻ, ആ പദവി, ഡെസിഗ്നേഷൻ പദവി, സാലറി എത്ര രൂപയാണ് സാലറി, ഡേറ്റ് ഓഫ് ജോയിനിങ് എന്നാണ് ജോയിൻ ചെയ്യേണ്ട ഡേറ്റ്, ആൻഡ് എനി പർട്ടിക്കുലർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ്. ആ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇതെല്ലാം വ്യക്തമായിട്ട് പറയണം. റിട്ടേൺ ആണെങ്കിൽ, ജോബ് ഓഫർ റിട്ടേൺ ഫോമിലാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയണം. എന്തൊക്കെ കാര്യങ്ങളാ? ഡെസിഗ്നേഷൻ പദവി, ഏത് പോസ്റ്റ് ആണ്, സാലറി എന്താണ്, എന്നാണ് ജോയിൻ ചെയ്യേണ്ട ഡേറ്റ്, പിന്നെ അതുപോലെ തന്നെ ആ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതും പറയണം. അണ്ടർലൈൻ ചെയ്തോട്ടോ. റിട്ടേൺ ഫോമിലാണെങ്കിൽ in case of non-academic hiring, people giving the job offer, it is necessary to get all the documents verified and authorized, and the employee should be clearly explain the terms and conditions regarding the job by the human resource department. ഇനി അക്കാദമിക് നോൺ അക്കാദമിക് ഹയറിംഗ് ആണെങ്കിൽ, അക്കാദമിക് മേഖലയിൽ പുറത്തുള്ള നിയമനമാണെങ്കിൽ നമ്മൾ അത് കൊടുക്കുന്ന ജോബ് ഓഫർ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ആ ആപ്ലിക്കൻസിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ അത് വെരിഫൈ ചെയ്യണം. ഷുഡ് ക്ലിയർലി എക്സ്പ്ലെയിൻ, നമ്മൾ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം ടേംസ് ആൻഡ് കണ്ടീഷൻസ് റിഗാർഡിംഗ് ദ ജോബ്. ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസും വ്യക്തമായിട്ട് പറയണം. ബൈ ദ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം? അവിടെ അവരുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ആ ജോലിയിലെ എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. Once the employee signs the offer letter and accept all the terms and conditions, the offer becomes legally binding on both the employee and the employer. Binding എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധകമാണ്, ആപ്ലിക്കബിൾ ആണ്. അപ്പൊ എന്താണ്, നമ്മള് ഒരു പ്രാവശ്യം ആ എംപ്ലോയി സൈൻ ചെയ്യുകയാണെങ്കിൽ ആ ഓഫർ ലെറ്റർ നമ്മൾ വായിച്ചു നോക്കും അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ്, സാലറി ഓക്കെ ആണോ, അതുപോലെ ഡെസിഗ്നേഷൻ നമുക്ക് പറ്റിയതാണോ, പിന്നെ ജോയിൻ ചെയ്യുന്ന ഡേറ്റ്, ഇങ്ങനെയുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും വായിച്ചു നോക്കിയിട്ട് നമ്മൾ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? അതിനകത്ത് സൈൻ ചെയ്യണം. എംപ്ലോയി സൈൻ ദ ഓഫർ ലെറ്റർ ദാറ്റ് അക്സെപ്റ്റ് ഓൾ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കി നമുക്ക് ഓക്കെ ആണെങ്കിൽ അല്ലേ നമ്മൾ അതിൽ സൈൻ ചെയ്യുള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെ എംപ്ലോയി അതില് സൈൻ ചെയ്യുമ്പോൾ the offer letter become എന്താവും? legally binding on both the employee and employer. എംപ്ലോയിക്കും എംപ്ലോയറിനും ഒരുപോലെ നിയമപരമായിട്ട് അത് ബാധകമാകും. നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വർക്ക് ചെയ്യാം അല്ലെ, എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും എനിക്ക് ഓക്കെ ആണ്, സാലറി എനിക്ക് തൃപ്തിയാണ്, എനിക്ക് ഓക്കെ ആണ്, ഡെസിഗ്നേഷൻ എനിക്ക് ആപ്റ്റ് ആണ്, ഇതെല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം അല്ലേ സൈൻ ചെയ്യുള്ളൂ. എംപ്ലോയി അത് ആപ്ലിക്കൻസ് അതിൽ സൈൻ ചെയ്യുള്ളൂ. അത് സൈൻ ചെയ്ത് കഴിഞ്ഞാല് ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും അവർ അക്സെപ്റ്റ് ചെയ്തു, സ്വീകരിച്ചു, നമുക്ക് സമ്മതമാണ്. അപ്പൊ അത് നിയമപരമായിട്ട് എംപ്ലോയിക്കും എംപ്ലോയറിനും അത് പിന്നെ ഒരുപോലെ ബാധകമായിരിക്കും. ഓക്കെ, ആ ലാസ്റ്റ് സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ലാസ്റ്റ് സെന്റൻസ്, ആ പാരഗ്രാഫിലെ ലാസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടാണ്. ക്ലിയർ ആയോ? ജോബ് ഓഫർ എന്താന്നുള്ളത്? ഓഫർ ചെയ്യാണ്, ജോലി ഓഫർ ചെയ്യാണ്. എംപ്ലോയർ ആപ്ലിക്കൻസിന് ജോലി വാഗ്ദാനം ചെയ്യുന്നതിന്, ഓഫർ ചെയ്യുന്നതിനെയാണ് ജോബ് ഓഫർ എന്ന് പറയുന്നത്. അത് പല രീതിയിലാകാം, ഓറലായിട്ടാകാം, ഫോണിലൂടെ ആകാം, ലെറ്റർ ആയിട്ടാകാം, മെയിലിലൂടെ ആകാം മെസ്സേജ് അറിയിക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് പറയാണ്, റിട്ടേൺ ഫോമിലാണെങ്കിൽ എന്തൊക്കെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറയണം. ഡെസ്റ്റിനേഷൻ, സാലറി, ഡേറ്റ് ഓഫ് ജോയിനിങ്, പർട്ടിക്കുലർ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഇതെല്ലാ കാര്യങ്ങളും പറയണം. ഇനി നോൺ അക്കാദമിക് ഹിയറിംഗ് ആണെങ്കിൽ, അക്കാദമിക് മേഖലയിൽ പുറത്തുള്ള നിയമനമൊക്കെ ആണെങ്കിൽ ഈ ടേംസ് എല്ലാ ഇതുപോലെ തന്നെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും വ്യക്തമായിട്ട് പറയണം. ജോലിയുമായി ബന്ധപ്പെട്ടത്, പിന്നെ എല്ലാ ഡോക്യുമെന്റ്സുകളും കൃത്യമായിട്ട് വെരിഫൈ ചെയ്യണം. പിന്നെ ആരാണ്? ബൈ ദ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്.
ഇനി ആ എംപ്ലോയി ആ ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും അവർ സ്വീകരിച്ചെന്നാണ് അർത്ഥമാക്കുന്നത്. പിന്നെ അത് എംപ്ലോയിക്കും എംപ്ലോയറിനും അത് നിയമപരമായിട്ട് ഒരുപോലെ ബാധകമാണ്. ക്ലിയർ അല്ലേ? ഇനി പലതരത്തിലുള്ള ജോബ് ഓഫറുകളാണ് പറയുന്നത്. ദ ഓഫർ ഓഫ് ദ എംപ്ലോയ്മെന്റ് ക്യാൻ ബി ഡിവൈഡഡ് അണ്ടർ ദ ഫോളോയിങ് കാറ്റഗറീസ്. താഴെ പറയുന്ന ഈ കാറ്റഗറീസിൽ ജോബ് ഓഫറിനെ തിരിച്ചേക്കുണ്ട്. ദ ടൈപ്സ് ഓഫ് ജോബ് ഓഫർ നമ്മൾ പല രീതിയിൽ തിരിച്ചേക്കാണ്. ഒന്നാമത്തെയാണ് ഓൺ ദ ബേസിസ് ഓഫ് കണ്ടീഷൻ. കണ്ടീഷൻസിന്റെ ബേസില്, ആ വ്യവസ്ഥയുടെ ബേസില്, on the basis of condition, job offer can be divided into two. ഏതാണ്? Conditional job offer, then final offer. രണ്ട് രീതിയാണ് പറഞ്ഞേക്കുന്നത്. ബേസിസ് ഓഫ് കണ്ടീഷൻ, ഒരു കണ്ടീഷൻ ഉണ്ട് അവിടെ. കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് കണ്ടീഷണൽ ജോബ് ഓഫർ ഉണ്ട്, ഫൈനൽ ഓഫറും ഉണ്ട്. Depending on the condition applied by the employer, an offer can be of the following types. അതായത് എംപ്ലോയർ ഒരു കണ്ടീഷൻസ് അവിടെ പറയണ്ടാവും, അതിനെ ബേസ് ചെയ്തിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് രണ്ടാക്കി തിരിക്കാം. ഒന്നാമത്തെയാണ് കണ്ടീഷണൽ ജോബ് ഓഫർ. ആ പേരിൽ നിന്ന് തന്നെ അറിയാം എന്താ കണ്ടീഷണൽ ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ. ആ എംപ്ലോയറിന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഈ ആപ്ലിക്കൻസ് അല്ലെങ്കിൽ എംപ്ലോയി അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ജോലി കൊടുക്കുള്ളൂ. കണ്ടോ? ഒരു കണ്ടീഷൻ ആണ്, കണ്ടീഷൻ വ്യവസ്ഥയിലാണ് ജോബ് ഓഫർ കൊടുക്കുന്നത്. ഇവിടെ പാരഗ്രാഫ് വായിക്കുമ്പോൾ ക്ലിയർ ആവട്ടോ. ഒരു കണ്ടീഷൻ എംപ്ലോയർ പറയണ്ട്, ആ കണ്ടീഷൻ നോക്കിയിട്ട് അതിൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി തരാം. ഓക്കെ, പേരിൽ തന്നെ അറിയാം. When an organization puts forward this type of job offer, it implies that the applicant is offered a job which is subject to the conditions put forward by the employer. First sentence ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. അവിടെ എന്തിനാണ്? ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് എംപ്ലോയർ ഒരു കണ്ടീഷൻ പറയും, അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ജോബ് ഓഫർ കൊടുക്കുന്നത്. The condition may include, ഇനി എന്തൊക്കെ കണ്ടീഷൻസ് ആണ് എംപ്ലോയർ പറയണേ? undergoing test such as drug test. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ ഡ്രഗ് ടെസ്റ്റ്? എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണോ, അല്ലെ അങ്ങനെ എന്തെങ്കിലും അഡിക്ഷൻ ഉള്ളതാണോ എന്നൊക്കെ ഉള്ള ഡ്രഗ് ടെസ്റ്റുകൾ നടത്തും, ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തും, or any other close put by the employer that is taken care of before finalizing the offer. നമ്മള് ഈ എന്തെങ്കിലും ക്ലോസ് എന്ന് പറഞ്ഞ വ്യവസ്ഥകള് or any other clause put by the employer, എംപ്ലോയർ പറയുന്ന എന്തെങ്കിലും വ്യവസ്ഥ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വെരിഫൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഡ്രഗ് ടെസ്റ്റുകൾ നടത്തിയിട്ട്, അതാണ് ആ കണ്ടീഷൻ പറയുന്നത്. ഇപ്പൊ ഡ്രഗ് ടെസ്റ്റ് നടത്തി, ആ ആപ്ലിക്കൻസ് ഓക്കെ ആണ്, ടെസ്റ്റ് നെഗറ്റീവ് ആണ്, ആള് ഡ്രഗ് അഡിക്ഷനോ ഒന്നും കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഡ്രഗ് ടെസ്റ്റ് നടത്തിയിട്ട് അതില് നെഗറ്റീവ് ആണെങ്കിൽ, വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതാണെങ്കിൽ ജോലി തരാം. അവിടെ കണ്ടീഷൻ മനസ്സിലായി എന്താണെന്ന്. അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തി, അപ്പൊ അവിടെ ക്രിമിനൽ പശ്ചാത്തലങ്ങളോ കാര്യങ്ങളോ ഒന്നും ആൾക്കില്ല, എല്ലാം ഗുഡാണ്, അങ്ങനെയാണെങ്കിൽ ജോലി തരാം. മനസ്സിലായോ? ഒരു പർട്ടിക്കുലർ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ജോലി ഓഫർ ചെയ്യുന്നത്. അതായത് വെറുതെ ജോലി തരാന്ന് പറയൂല. മനസ്സിലായോ മീനിങ് എന്താണെന്നുള്ളത്? These conditions must be accepted by the applicants. അപ്പൊ ഈ ആപ്ലിക്കൻസ് എന്ത് ചെയ്യണം? ആ കണ്ടീഷൻ സ്വീകരിക്കണം. ശരി, ഞാൻ ഡ്രഗ് ടെസ്റ്റിന് തയ്യാറാണ്, പറയുന്ന കണ്ടീഷൻ ആപ്ലിക്കൻസ് അത് സ്വീകരിക്കണം. When an offer is made conditionally, the employee is not legally bound until he agrees to the terms and conditions mentioned in the offer letter and meets all the specified requirements. ഇനി നോക്കി, the condition എപ്പോഴാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? The condition applicants എന്താ പറയാ സ്വീകരിക്കണം. അല്ലാതെ എനിക്ക് പറ്റൂല, ഞാൻ അതിന് തയ്യാറാവില്ല, അല്ലെങ്കിൽ ഡ്രഗ് ടെസ്റ്റ് നടത്താൻ എനിക്ക് പറ്റില്ല, അങ്ങനെ പറയാൻ പാടില്ല. ആ കണ്ടീഷൻസ് ആ എംപ്ലോയി സ്വീകരിക്കണം. When an offer is made conditionally, the employee is not legal. അതായത് ഓഫർ അവര് ഇപ്പൊ അതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങള് അത് ഓക്കെ ആകുന്നത് വരെ the employee is not legally bound until agree to terms and conditions mentioned the job offer. അപ്പൊ അത് നോക്കുന്നത് വരേക്കും ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും അവര് നിയമപരമായിട്ട് എംപ്ലോയിക്ക് ബാധകമല്ലാതെ.
ആൻഡ് മീറ്റ്സ് ഓൾ ദ സ്പെസിഫൈഡ് റിക്വയർമെന്റ്സ്. കേട്ടോ, അത് പാലിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് വരെ അവര് ലീഗലി അതിന് എന്താ ബാധ്യസ്ഥനല്ല. ബൗണ്ട് എന്ന് പറഞ്ഞാൽ ബാധ്യസ്ഥനല്ല. അപ്പൊ അത് നമ്മൾ നോക്കി. അപ്പൊ അതിനകത്ത് ഓക്കെ ആയി. അങ്ങനെയാണെങ്കിൽ മാത്രം ആ ഓഫർ ലെറ്റർ പറഞ്ഞേക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവര് നോക്കിയാൽ മതി. എന്നാൽ മാത്രമേ അവർക്ക് അത് ബാധകമുള്ളൂ. അതൊരു കണ്ടീഷൻ വ്യവസ്ഥയിലാണ്. അതിൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് ജോലി കൊടുക്കും. അപ്പൊ അത് ഓക്കെ ആണെങ്കിൽ മാത്രം ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഈ ഓഫർ ലെറ്റർ പറഞ്ഞേക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആപ്ലിക്കൻസ് ചെയ്യണം എന്നുള്ളത് എന്നാലാണ് അതിന് ബാധ്യതയുള്ളൂ അറിയും. അതുവരേക്കും അവർക്ക് പ്രശ്നമില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, രണ്ടാമത്തെയാണ് ഫൈനൽ ഓഫർ എന്ന് പറയുന്നത്. ഫൈനൽ ഓഫർ എന്താ? ഫൈനൽ ആയിട്ട് ഓഫർ അങ്ങ് കൊടുത്തേക്കുക, പിന്നെ വേറെ ഒന്നുമില്ല അവിടെ. കണ്ടോ? When an applicant is given a final offer letter, he is not required to fulfill any condition. കണ്ടോ? ഫൈനൽ ഓഫർ ലെറ്റർ കൊടുത്ത ഇനി ഒരു കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യണ്ട. ഇനി ആ ഡ്രഗ് ടെസ്റ്റ് ചെയ്യോ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല. എന്ത് ചെയ്തു? ഫൈനൽ ഓഫർ കൊടുത്തേക്കണം. ഇനി ഒന്നും വേണ്ട. മനസ്സിലായോ? അവിടെ ഒരു കണ്ടീഷൻസും ഇനി പാലിക്കേണ്ട. ഒരു കണ്ടീഷനും ഇല്ല. കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ഫൈനൽ ഓഫർ ലെറ്റർ കൊടുക്കുന്നത്. കണ്ടോ? പിന്നീട് എംപ്ലോയിയും ആ എംപ്ലോയറും തമ്മിൽ ഒരു കണ്ടീഷനും അവിടെ ഇല്ല. ഇന്നത് ചെയ്ത് അതിൽ ഓക്കെ ആണെങ്കിൽ മാത്രം ജോലി തരൂ, അങ്ങനെ ഇല്ല എന്നാ പറയുന്നത്. കണ്ടോ? അണ്ടർലൈൻ ചെയ്തോട്ടെ ഫസ്റ്റ് സെന്റൻസ്. When an applicant is given a final offer letter, he is not required to fulfill any condition. പിന്നെ ഒരു കണ്ടീഷനും ആ എംപ്ലോയി പാലിക്കേണ്ടതില്ല. The moment the applicant accepts the job offer, he becomes legally bound to the terms and condition of the organization's employment contract. കണ്ടോ? എംപ്ലോയ്മെന്റ് കോൺട്രാക്ടിന്റെ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നിബന്ധനകളും വ്യവസ്ഥകളും പാലിക്കാൻ അയാള് നിയമപരമായി അവിടെ ബാധ്യസ്ഥന. ഇനി വേറെ ഒന്നുമില്ലല്ലോ, നേരെ ഫൈനൽ ഓഫർ കൊടുത്തേക്ക. അപ്പൊ ഇനി അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഈ എംപ്ലോയി ചെയ്യാനായിട്ട് ബാധ്യസ്ഥനായിരിക്കണം. ഇനി വേറെ ഒന്നുമില്ല. നമ്മള് കണ്ടീഷണൽ ജോബ് ഓഫറിൽ എന്താ പറഞ്ഞേ? ആ ഡ്രഗ് ടെസ്റ്റ് ഒക്കെ നടത്തി അതില് അയാള് നെഗറ്റീവ് ആണ്, ഓക്കെ ആണെങ്കിൽ മാത്രം ആ കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അംഗീകരിച്ചാൽ മതി. മനസ്സിലായോ? ഇവിടെ എന്താ? ഫൈനൽ ഓഫർ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാല് ആ കമ്പനിയുടെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിയമപരമായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ അയാള് ബാധ്യസ്ഥനായിരിക്കണം. രണ്ടെണ്ണം മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെയാണ് ഓൺ ദ ബേസിസ് ഓഫ് കോമ്പൻസേഷൻ ഡിസിഷൻ. കോമ്പൻസേഷൻ ഡിസിഷൻ, തീരുമാനം. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കിയേ, അവിടെ നമുക്ക് 4 രീതിയിൽ, 4 ടൈപ്സ്, 4 രീതിയിൽ നമുക്ക് അവിടെ ക്ലാസിഫിക്കേഷൻ നടത്താം. ഓൺ ദ ബേസിസ് ഓഫ് കോമ്പൻസേഷൻ ഡിസിഷൻ, അവർക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻ, അതിന് ബേസ് ചെയ്തിട്ട് കോമ്പൻസേഷൻ അവർക്ക് കൊടുക്കുന്ന ആ സാലറി അല്ലെങ്കിൽ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് അതിനെ വെച്ചിട്ട് നമുക്ക് 4 രീതിയിൽ തിരിക്കാം. Depending on the compensation decision, offer letter can be divided under the following categories. ഈ പറയുന്ന രീതിയിൽ തിരിക്കാം. മനസ്സിലാക്കി വെക്കാം കേട്ടോ. 4 എണ്ണമായിട്ടാണ് തിരിച്ചേക്കുന്നത്. ഓക്കെ, ലോ ജോബ് ഓഫർ. എന്താണ് ഒന്നാമത്തെ? ലോ ജോബ് ഓഫർ. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ജോബ് ഓഫർ എങ്ങനെയാ കുറവാണ്. അതായത് കുറഞ്ഞ സാലറി ഒക്കെയാണ് അവര് ഓഫർ ചെയ്യുക. ലോ ജോബ് ഓഫർ, ജോബ് ഓഫർ ലോയാണ്. The type of offer in which employer's cost of hiring is kept low to the maximum possible extent is called low job offer. Underline ചെയ്തേ. അതായത് എന്താ പറഞ്ഞേക്കുന്നത്? ഈ ലോ ജോബ് ഓഫർ അതിനകത്ത് എംപ്ലോയറിന്റെ കോസ്റ്റ് ഓഫ് ഹയറിംഗ്, ആ ടീമിന് ചെലവ് എന്താ പരമാവധി കുറയ്ക്കുന്നു. മാക്സിമം പോസിബിൾ എക്സ്റ്റെന്റ്. കണ്ടോ? ആ എംപ്ലോയർ
എന്താണ് നിയമന ചെലവ് പരമാവധി കുറയ്ക്കുന്നു. അതായത് ഒരു കാൻഡിഡേറ്റ്സിനെ നമ്മൾ പുറത്തു നിന്ന് നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ചുരുങ്ങിയ കോസ്റ്റിലേക്ക്, ഏറ്റവും കുറഞ്ഞ കോസ്റ്റിലേക്ക് ആക്കുന്നു. അതായത് നമ്മൾ അയാൾക്ക് വേജസ്, കൂലിയോ സാലറിയോ ഒക്കെ ഫിക്സ് ചെയ്യൂലേ, അപ്പോ കുറഞ്ഞ തുകയ്ക്കാണ് പുറത്തുനിന്ന് കാൻഡിഡേറ്റ്സിനെ നിയമിക്കുന്നത്. അപ്പൊ ഓഫർ എങ്ങനെ കുറവാണ്, ചെറിയ പൈസക്കാണ് അവിടെ ജോലി ഓഫർ ചെയ്യുന്നത്. കോമ്പൻസേഷൻ പാക്കേജ് വളരെ കുറവായിരിക്കും. സാധാരണക്കായി കുറഞ്ഞ ഇതിലാണ് ഓഫർ കൊടുക്കുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ, അത് ഏത് ടൈപ്പ് ജോബ് ഓഫറിലാണുള്ളത്. ഹയറിംഗ് കോസ്റ്റ്, എംപ്ലോയർ കോസ്റ്റ് ഓഫ് ഹയറിംഗ്, നിയമന ചെലവ് പരമാവധി കുറയ്ക്കുന്ന അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഓഫർ ആണ് ലോ ജോബ് ഓഫർ എന്ന് പറയുന്നത്. The compensation package offered along with the benefit and the incentives is below the market rate. അണ്ടർലൈൻ ചെയ്തേ, ഇപ്പൊ മാർക്കറ്റിലുള്ള കൂലിയില്ലേ അതിനേക്കാളും താഴെയായിരിക്കുന്ന കോമ്പൻസേഷൻ പാക്കേജുകള്, ബെനിഫിറ്റ്, ഇൻസെന്റീവ്സ് അല്ലെ, ആനുകൂല്യങ്ങളും പ്രോത്സാഹനങ്ങളും സാലറിയും ഒക്കെ മാർക്കറ്റ് റേറ്റിനേക്കാൾ കുറവായിരിക്കും. അണ്ടർലൈൻ ചെയ്തോ? ഫസ്റ്റും സെക്കൻഡ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തതാ. നെഗോഷിയേറ്റിംഗ് ഓൺ ഓഫർ ഫർദർ മൈറ്റ് ബി ഡിനൈഡ്. ഡിനൈഡ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക. പിന്നീട് അവിടെ ചർച്ചകൾക്കൊന്നും ആ ഓഫറില്, ജോബ് ഓഫറില് ഉള്ള ചർച്ചകൾക്കൊക്കെ അവിടെ നിഷേധിച്ചിരിക്കുന്നു. പിന്നെ ഒന്നുമില്ല, അവരത്രേ കൊടുക്കുള്ളൂ. മാർക്കറ്റ് റേറ്റിനേക്കാൾ കുറവ് സാലറി, ബെനിഫിറ്റ്, ഇൻസെന്റീവ്സ് അതൊക്കെയാണ് അവർ ഓഫർ ചെയ്യുന്നത്. കോമ്പൻസേഷൻ പാക്കേജ് ഒക്കെ കുറവായിരിക്കും. അപ്പൊ ഇനി പിന്നീട് അവിടെ ചർച്ചകൾക്ക് പ്രസക്തി ഇല്ല, അത് ഡിനൈഡ്, നിഷേധിച്ചേക്കുന്നു. The organization that work on cost leadership strategy might look forward to going for low job offer as it control the labor cost. നിയമന ചിലവ് കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? The organization that work on cost leadership strategy, ഈ കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജിയില് കോസ്റ്റിനെ നേതൃത്വം വഹിക്കുന്ന ആ തന്ത്രം അതില് ഉൾപ്പെടുന്ന, അതില് പ്രവർത്തിക്കുന്ന ആ ഓർഗനൈസേഷൻസ്, അത് ഈ ലോ ജോബ് ഓഫറിലേക്ക് പോകാനായിട്ട്, ഗോയിങ് ഫോർ ഫോർവേഡ് ടു ഗോയിങ് ഫോർ ലോ ജോബ് ഓഫർ, അവര് ഈ ജോബ് ഓഫറിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. എന്താ കാര്യം? ബിക്കോസ് ഇറ്റ് കൺട്രോൾ ലേബർ കോസ്റ്റ്, നിയമന ചിലവ് കുറയ്ക്കാണ്. ലോ ജോബ് ഓഫറിൽ നിയമന ചിലവ് കുറവാണ്. അത് അയാളെ നിയമിച്ചു എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ കൊടുക്കുള്ളൂ. സാലറി, ഇൻസെന്റീവ്സ്, ബെനിഫിറ്റ് ഇതൊക്കെ മാർക്കറ്റ് റേറ്റിനേക്കാൾ കുറവാണ്. But this is not much effective from the perspective of talent retention, as high proficient applicants would not accept a low job offer. പക്ഷേ ഇത് എല്ലായിടത്തും ഇത് അവിടെ എഫക്റ്റീവ് അല്ല, ഫലപ്രദമല്ല. അതായത് കൂടുതൽ കഴിവുകൾ നിലനിർത്താൻ, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആപ്ലിക്കൻസ്, ഹൈ പ്രൊഫഷണൽ ആപ്ലിക്കൻസ് അങ്ങനെയുള്ളവർ ഇത് അക്സെപ്റ്റ് ചെയ്യില്ല. നോട്ട് അക്സെപ്റ്റ് ലോ ജോബ് ഓഫർ. ഇപ്പൊ എനിക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്, എനിക്ക് വേറെ പല സ്ഥലങ്ങളിൽ നിന്ന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പൊ എനിക്ക് ഇത്ര രൂപ എനിക്ക് സാലറി, എനിക്കിപ്പോ ഒരു 50,000 രൂപ സാലറി കിട്ടിയാലാണ് എനിക്കത് മുതലാവുള്ളൂ. അത്രയും മേടിക്കാനുള്ളതുണ്ട്. എന്റെ അടുത്ത് 50,000 രൂപ സാലറി മേടിക്കാനുള്ള ടാലന്റ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ എന്നോട് 10,000 രൂപ തരാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കോ? അപ്പൊ അങ്ങനെ ഹൈ പ്രൊഫഷൻ ആപ്ലിക്കൻസ് ഈ ലോ ജോബ് ഓഫർ അവർ അക്സെപ്റ്റ് ചെയ്യൂല, അവരത് സ്വീകരിക്കൂല. വേറെ കമ്പനി ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അത്രയും സാലറി കൊടുക്കാൻ ആൾക്കാരുണ്ടെന്നേ. അപ്പൊ പിന്നെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്രയും നമുക്ക് സ്വീകരിക്കാം, അത്രയും ടാലന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും ഇതുണ്ട് നമുക്ക്, അത്രയും സാലറി ചോദിച്ചു വാങ്ങാനുള്ള ഇതുണ്ട് നമുക്ക്. അപ്പൊ അങ്ങനെയുള്ളവര് ഇത് ലോ ജോബ് ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് സെന്റൻസ് രണ്ടാമത്തെ സെന്റൻസും അതിൽ അണ്ടർലൈൻ ചെയ്തിടുക. Such offers are also misfit for important position, especially in the organization following a differentiation strategy or those who competitive advantage is depend on research which demands skilled professional. Misfit എന്ന് വെച്ചാൽ എന്താ? ഫിറ്റ് അല്ല, അനുയോജ്യമല്ല. ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുന്ന സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ റിസർച്ചിനെ ആശ്രയിച്ചിട്ടുള്ള മത്സര നേട്ടമുള്ള പല സ്ഥാപനങ്ങളോ
ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ഈ ജോബ് ഓഫർ, ലോ ജോബ് ഓഫർ അനുയോജ്യമല്ല. അത് എല്ലായിടത്തും അത് ആപ്ലിക്കബിൾ അല്ല. ഡിഫറെന്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന സ്ഥാപനങ്ങളോ റിസർച്ചിനെ ആശ്രയിച്ച മത്സര നേട്ടമുള്ള സ്ഥാപനങ്ങളോ അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങള് എന്താണ് ഈ ലോ ജോബ് ഓഫർ അവര് എന്താ പറയാ അവര് അത്രയും അവർക്കത് മിസ്ഫിറ്റ് ആണെന്ന്, അവർക്കത് അനുയോജ്യമല്ല. ഓക്കെ, thus low job offer are not suitable for top position as it is crucial for organization to hire talented individual as leaders. Underline ചെയ്തിട്ട് ആ സെന്റൻസ് പിന്നിൽ വന്നത്. അതുകൊണ്ട് നമ്മളെ ലോ ജോബ് ഓഫർ ടോപ്പ് പൊസിഷനിലേക്ക് പറ്റില്ല. ഹൈ ടോപ്പ് പൊസിഷനിൽ അവര് സാലറി കുറച്ച് കൊടുത്ത ആരെങ്കിലും നിൽക്കോ? ടോപ്പ് പൊസിഷൻ ജോലികള്, ടോപ്പ് പൊസിഷനിലേക്ക് ഈ ലോ ജോബ് ഓഫർ എന്താ suitable അല്ല. It is crucial for organization to hire talented individual as leader. ഒരു നല്ല ടാലന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ ലീഡർ ആയിട്ട് നിയമിക്കണം അല്ലെ? അങ്ങനെ അത് ആ ഓർഗനൈസേഷനെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള കാര്യം. ആരെയും മൂലം കൊണ്ടൊന്ന് ലീഡർ ആക്കിയാൽ പോരല്ലോ അല്ലെ? ആ ഓർഗനൈസേഷന്റെ ഒരു ലീഡർ സ്ഥാനം, നേതൃത്വ സ്ഥാനത്തില് ഹൈ പൊസിഷനിൽ നല്ല ടാലന്റ് ആയിട്ടുള്ള ആളുകൾ വേണം. അപ്പൊ അവര് അങ്ങനെയുള്ള അത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് നിർണായകമാണ്. പക്ഷേ എന്താ പറയാ ടോപ്പ് പൊസിഷനിലേക്ക് നിൽക്കാനായിട്ട് ഇങ്ങനെ ലോ ജോബ് ഓഫർ അത് അവര് ആപ്ലിക്കൻസ് സ്വീകരിക്കില്ല, അവരതിന് വഴങ്ങില്ല. അവർക്ക് അതിനേക്കാളും കൂടുതൽ പൈസ വേറെ സ്ഥലത്ത് കിട്ടും. അപ്പൊ പിന്നെ അതും ടോപ്പ് പൊസിഷൻ അല്ലേ? താഴെ ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്യണവർക്ക് വേണമെങ്കിൽ ലോ ജോബ് ഓഫർ കൊടുക്കാം. പക്ഷെ ടോപ്പ് പൊസിഷനിൽ ഒരിക്കലും അത് സ്യൂട്ടബിൾ അല്ല. ക്ലിയർ ആവുന്നില്ലേ പറയണത്? ആ രണ്ടാമത്തെ സെന്റൻസ് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടേ, നോട്ട് സ്യൂട്ടബിൾ ഫോർ ടോപ്പ് പൊസിഷൻ. ടോപ്പ് പൊസിഷനിൽ ഇപ്പൊ ഹെഡൊക്കെ ആയിട്ടിരിക്കുന്നവർക്കൊന്നേ ലോ ജോബ് ഓഫർ ചെറിയ പൈസ സാലറി കൊടുക്കാന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അത് അവർക്ക് അതുകൊണ്ട് അത് സ്യൂട്ടബിൾ അല്ല. This strategy works best filling opening for position where the quality of the employee is not important. കണ്ടോ എങ്ങനെയുള്ളവർക്കാണ് ഇത് ഈ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആകുന്നത്? ലോ ജോബ് ഓഫർ filling opening for position where the quality of the employee is not important. അധികം എന്താ പറയാ ക്വാളിറ്റി, ഗുണമേന്മയില്ലാത്ത, ഗുണനിലവാരം പ്രാധാന്യമില്ലാത്ത, കണ്ടോ ചെറിയ ജോലികൾക്കൊക്കെ അധികം ക്വാളിറ്റി, ഇന്ന പോസ്റ്റ് വേണം, ഇന്ന പൊസിഷൻ, അത് ഇത്ര ഇത് വേണം, അങ്ങനെയുള്ളതൊന്നും ഇല്ലാത്ത, ക്വാളിറ്റിക്ക് അധികം പ്രാധാന്യം ഇല്ലാത്ത, പിന്നെ അതുപോലെ തന്നെ ടാലന്റ് അൺസ്കിൽഡ് ജോബ്. ശരിയാ. ദ ടാസ്ക് നീഡ് ലോ സ്കിൽഡ്. കണ്ടോ ലോ സ്കിൽഡ്, കുറഞ്ഞ കഴിവുള്ള ജോലിക്ക് വല്ല ചുമട് നോക്കാനോ വേറെ എന്തെങ്കിലും വലിയ കഴിവൊന്നും വേണ്ട അല്ലെ? അവര് നല്ല ആരോഗ്യം ഉണ്ടായാൽ മതി. അപ്പൊ അത് ലോ സ്കിൽഡ് ജോബ് ആൻഡ് പ്രൊഫഷണൽ എംപ്ലോയി ആൻഡ് ഹൈ ടേൺ ഓവർ റേറ്റ് ഈസ് ടോളറൻസ്. ആ ടേൺ ഓവർ റേറ്റ്, കൂടുതലുള്ള ടേൺ ഓവർ റേറ്റ് സഹിക്കാൻ പറ്റുന്ന, ടോളറൻസ് സഹിക്കാൻ പറ്റുന്ന, ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? ജോലിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത്. അപ്പൊ അങ്ങനെ ഹൈ ടേൺ ഓവർ റേറ്റ് സഹിക്കാൻ പറ്റുന്ന, അധികം സ്കിൽഡ് ആവശ്യമില്ലാത്ത ആളുകള്, പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റിക്ക് അധികം പ്രാധാന്യം ഇല്ലാത്ത എംപ്ലോയി, ഇങ്ങനെയുള്ള പൊസിഷനിൽ അവര് ഫില്ല് ചെയ്യാൻ മാത്രം ഈ ജോബ് ഓഫർ, ഈ സ്ട്രാറ്റജി അവിടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിലേക്ക് മാത്രമേ നമുക്ക് ജോബ് ഓഫർ കൊടുക്കാൻ പറ്റുള്ളൂ. അതൊന്ന് അണ്ടർലൈൻ ചെയ്യട്ടോ. ഇനി although this strategy can be adequate, applicants keeping the organization status and image in danger. പിന്നെ എന്നാ ഈ സ്ട്രാറ്റജി എന്താ? നമുക്ക് അനുയോജ്യമായിട്ടുള്ള ആപ്ലിക്കൻസിനെ നൽകുന്നു. എങ്ങനെ? കീപ്പിംഗ് ദ ഓർഗനൈസേഷൻ സ്റ്റാറ്റസ് ആൻഡ് ഇമേജ് ഇൻ ഡേഞ്ചർ. ആ ഓർഗനൈസേഷൻ ഇമേജിനെ അപകടത്തിലാക്കാത്ത, സ്റ്റാറ്റസിനെ അപകടത്തിലാക്കാത്ത അഡിക്വേറ്റ് ആപ്ലിക്കൻസിനെ നിലനിർത്താനായിട്ട് ഈ സ്ട്രാറ്റജിക്ക് പറ്റുള്ളൂ. അതായത് ഇപ്പൊ ഇത്രയും ആളുകളെങ്കിലും മിനിമം വേണമെന്നൊക്കെ ഉണ്ട് അല്ലെ? കമ്പനിയിൽ ഇത്രയും ഇത് വേണമെന്നുണ്ട്. അപ്പൊ ആ കമ്പനിയുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇമേജ്, ഇപ്പൊ നമ്മള് എന്താ പൈസ കുറവിന് കുറെ ആൾക്കാരൊക്കെ കിട്ടുവാണെങ്കിൽ ആ കമ്പനിയുടെ സ്റ്റാറ്റസ് ഇമേജ് ഒക്കെ കൂടുമല്ലോ പൈസ കുറവിനൊക്കെ. അപ്പൊ അങ്ങനെ ആവശ്യത്തിന് ആപ്ലിക്കൻസിനെ നിലനിർത്താനായിട്ട് അതിലൂടെ ഓർഗനൈസേഷണൽ സ്റ്റാറ്റസ്, ഇമേജ് അതൊക്കെ അപകടത്തിലാവാതെ നിലനിർത്താൻ അഡിക്കേറ്റ് അനുയോജ്യമായിട്ടുള്ള ആപ്ലിക്കൻസിന് നൽകാനായിട്ട് ഈ ലോ ജോബ് ഓഫർ, ഈ സ്ട്രാറ്റജി നമുക്ക് പ്രയോജനപ്പെടുത്താം. ക്ലിയർ അല്ലേ അത്? ഓക്കെ, ഇത്രയുള്ള സംഭവം എന്താ? മാർക്കറ്റ് റേറ്റിനേക്കാൾ കുറഞ്ഞ കൂലി,
അവിടെ ബെനിഫിറ്റ്, ഇൻസെന്റീവ്സ്, കോമ്പൻസേഷൻ പാക്കേജ് ഇതെല്ലാം കുറവായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താ, ഹയർ പൊസിഷനിലേക്ക് ഈ സ്ട്രാറ്റജി നമുക്ക് വർക്ക്ഔട്ട് അല്ല. ലോ ജോബ് ഓഫർ ആരും നിൽക്കൂല. നമ്മൾ സമ്മതിക്കോ? നമുക്ക് മിനിമം ഇത്ര രൂപയെങ്കിലും കിട്ടിയാലേ നമുക്ക് മുതലാവുള്ളൂ. ചെറിയൊരു രൂപയ്ക്ക് ജോലി തന്നാൽ നമ്മൾ സമ്മതിക്കൂല. എന്നാൽ താഴെ ഏറ്റവും ലോവർ ലെവലിലുള്ളവർക്ക് ഇച്ചിരി പൈസ കുറച്ച് കൊടുത്താലും അവര് വേറെ ഒന്നും പറയൂല, അല്ലെ? ഉള്ള പൈസ മേടിച്ച് അവരാ ജോലി ചെയ്യും. പക്ഷെ ടോപ്പ് പൊസിഷനിൽ ഒരിക്കലും അത് പറ്റില്ല. ഇനി രണ്ടാമത്തെയാണ് കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ. കോമ്പറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ആരാ? കോമ്പറ്റേറ്റീവ്സ് ആരാ? മറ്റു ഓർഗനൈസേഷൻസ് ആട്ടോ അവിടെ കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറയുന്നത്. കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ അതായത് നമ്മുടെ ഇതേപോലെ നിൽക്കുന്ന മറ്റു സ്ഥാപനങ്ങളില്ലേ, അവര് ഓഫർ ചെയ്യുന്നത് തന്നെ നമ്മൾ ഓഫർ ചെയ്യും. കണ്ടോ? അതാണ് കോമ്പറ്റേറ്റീവ്, മത്സര ഇതായിട്ടുള്ളത്. അതായത് നമ്മുടെ മറ്റു ഓർഗനൈസേഷൻസ് ആണ് അവിടെ കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. In this time, the salary offered to the applicants is at par with the similar post in the other organization of the same industry. നമ്മുടെ സെയിം ഇൻഡസ്ട്രിയില് നമ്മളിപ്പോ എന്താണോ നമ്മുടെ ആ ഒരു വർക്ക്, അതേ സെയിം ഇൻഡസ്ട്രിയില് ഈ മറ്റുള്ള ഓർഗനൈസേഷൻസില് അതേ പോസ്റ്റിലുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ആപ്ലിക്കൻസിന് കൊടുക്കുന്ന സാലറി നമ്മൾ ഓഫർ ചെയ്യും. നമ്മളും നമ്മളെ പോലെ തന്നെ ഒരു കമ്പനി, ഖദീജയും ഞാനും ഒരുപോലെ ഒരേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഞാനൊരു കമ്പനി തുടങ്ങി, ഖദീജ ഒരു കമ്പനി തുടങ്ങി. അവിടെ ഖദീജ ഒരു മാനേജർ പോസ്റ്റിലേക്ക് ഒരു 30,000 രൂപ സാലറി കൊടുക്കാന്ന് പറയുകയാണെങ്കിൽ ഞാനും എന്ത് ചെയ്യണം? ആ 30,000 രൂപ സാലറി ഞാനും കൊടുക്കണ്ടേ? എങ്കിലല്ലേ ഞങ്ങൾക്ക് കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഖദീജ അവരുടെ 30,000 രൂപ കൊടുത്തു, ഞാൻ 10,000 രൂപ എന്ന് പറഞ്ഞാൽ എന്റെ കമ്പനിയിലേക്ക് ചിലപ്പോൾ വരാൻ ആളുകൾ വില്ലിങ്ങാവില്ല. അപ്പൊ എന്നാലാണ് അതാ നമുക്ക് മാർക്കറ്റ്, അല്ലെങ്കിൽ നമുക്കത് ഇതായി പോകുള്ളൂ. അതായത് ആ സെയിം ഇൻഡസ്ട്രിയില് മറ്റു ഓർഗനൈസേഷൻസ് ആ പോസ്റ്റില് എത്ര ഇതാണോ സാലറി ആണോ ഓഫർ ചെയ്യുന്നത് അത് തന്നെ നമ്മളും കൊടുക്കണം. മനസ്സിലായോ? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടേ. The salary package offered is nearly equal to what the competitors are offering to equally qualified individuals for such position. കണ്ടോ? ആ സാലറി പാക്കേജ് നമ്മൾ ഓഫർ ചെയ്യുന്നതേ നമ്മളുടെ കോമ്പറ്റേറ്റേഴ്സ് കൊടുക്കുന്നതിന് ഈക്വൽ ആയിട്ടായിരിക്കണം. കണ്ടോ? അതേ ക്വാളിഫിക്കേഷൻ ഉള്ള ഇൻഡിവിജ്വൽസിന് അങ്ങനെ ഇരിക്കുന്ന ആ ഒരു പൊസിഷനില് സെയിം ക്വാളിഫിക്കേഷൻ ഉള്ള അവര് ഓഫർ ചെയ്യുന്ന സാലറി അത് തന്നെ, അതിന്റെ അടുത്ത് തന്നെ നമ്മൾ ഈക്വൽ ആയിട്ട് തന്നെ നമ്മളും ഓഫർ ചെയ്യണം. Negotiating on the package is not totally denied. Negotiation നിഷേധിക്കപ്പെടുന്നില്ല. Negotiation on package is not totally denied. പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നില്ല ആ ചർച്ചകള്. Even without the intention to offer the company, the top finalists are usually not interested in competitive job offer placed before them. അതായത് even without the intentions എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉദ്ദേശമില്ലെങ്കിൽ, വിത്തൗട്ട് വേറെ ഉദ്ദേശമൊന്നുമില്ലെങ്കിൽ, to offer the company, the top finalists are usually not interested in competitive job offer placed before the finalist. അതില് എന്താ പറയാ, അധികം താല്പര്യം കാണിക്കാറില്ല. മറ്റു വേറെ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോകാനായിട്ട് അവർക്ക് കമ്പനിയിലേക്ക് പോകാൻ ഉദ്ദേശമില്ലെങ്കിൽ the top finalists are usually not interested in competitive job offer. എന്താണ്, അധികം താല്പര്യം കാണിക്കാറില്ല. ഓഫർ പ്ലേസ്ഡ് ബിഫോർ ദം, അവരുടെ മുന്നിൽ വെച്ചിട്ടുള്ള ആ കോമ്പറ്റേറ്റീവ് ജോബ് ഓഫറിൽ ടോപ്പ് ഫൈനലിസ്റ്റ് അധികം താല്പര്യം കാണിക്കാറില്ല. ഏതാണ്, അതായത് മറ്റ് ഇതിലേക്ക് പോകാൻ അവര് താല്പര്യം ഇല്ലെങ്കിൽ, ഉദ്ദേശമില്ലെങ്കിൽ. അതായത് നമ്മളെ പോലെ തന്നെയുള്ള സെയിം ഇൻഡസ്ട്രിയിലെ മറ്റു ഓർഗനൈസേഷൻസ് ആ പോസ്റ്റിൽ കൊടുക്കുന്ന സാലറി എത്രയാണോ അതേ സാലറി തന്നെ നമ്മൾ കൊടുക്കുക. അപ്പൊ അവിടെ നെഗോഷിയേഷന് പൂർണ്ണമായി നിഷേധിക്കപ്പെടുന്നില്ല. ചർച്ചയ്ക്ക് അധികം ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. നമുക്ക് പറയാൻ പറ്റുമോ, എന്താണ് നിങ്ങൾ എനിക്ക് സാലറി കുറച്ചത്, അവിടെ ഇത്ര രൂപയാണല്ലോ എന്ന് പറയാൻ പറ്റുമോ? അവരും അത്രയും പൈസയല്ലേ കൊടുക്കണുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നെഗോഷിയേഷന് അധികം നിഷേധിക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ അധികം ഇമ്പോർട്ടൻസ് അവിടെ ഇല്ല, ചർച്ചകൾക്ക് അധികം പ്രാധാന്യമില്ല. നമുക്ക് പറയാൻ പറ്റൂല്ലോ
ആ കമ്പനിയിൽ ഇത്രയും രൂപയാന്ന് പറയാൻ പറ്റില്ല. ആ കമ്പനിയിലും ഇതേ സാലറി തന്നെയാണ് സെയിം പോസ്റ്റിൽ കൊടുക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം, രണ്ടാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഇനി അടുത്തതാണ് ഹൈ ജോബ് ഓഫർ. ഹൈ ജോബ് ഓഫർ പേരിന്ന് അറിയാലോ, ജോബ് ഓഫർ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ? കൂടുതൽ ജോബ് ഓഫർ കൊടുക്കുന്നത്. In high job offer, the total package offered is higher than the market rate. ഇത് മാർക്കറ്റ് റേറ്റിലും എങ്ങനെയാണ്? കൂടുതലാണ് ജോബ് ഓഫർ. സാലറി നമ്മൾ പറയുന്നത് മാർക്കറ്റിൽ ഇപ്പൊ ഇത്ര രൂപയായിരിക്കും ശരിക്കും സാലറി ഉള്ളൂ. ഒരു മാനേജറിന് ഒരു 30,000 രൂപയാണ് മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് സാലറി എങ്കിൽ നമ്മൾ ഒരു 35,000 രൂപ കൊടുക്കുകയാണ്. കണ്ടോ? മനസ്സിലായോ? നമ്മൾ ജോബ് ഓഫർ കൂടുതലാണ്, മാർക്കറ്റ് റേറ്റിനേക്കാളും കൂടുതൽ. ലോ ജോബ് ഓഫർ എങ്ങനെയാ? മാർക്കറ്റ് റേറ്റിനേക്കാൾ കുറവാണ് നമ്മൾ കൊടുത്തത് അല്ലെ? ലോ ജോബ് ഓഫറിൽ മാർക്കറ്റ് റേറ്റിനേക്കാൾ കുറവാണ്. കോമ്പറ്റേറ്റീവ് ജോബ് ഓഫറിലാണെങ്കിലോ ഒന്നുമില്ല, മറ്റു നമ്മുടെ സെയിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന മറ്റു ഓർഗനൈസേഷൻ കൊടുക്കുന്ന അതേ സാലറി പാക്കേജ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്, ഈക്വൽ ആയിട്ട് കൊടുക്കുന്നത്. ഹൈ ജോബ് ഓഫറിൽ എങ്ങനെയാണ്? മാർക്കറ്റ് റേറ്റിനേക്കാളും കൂടുതലാണ് ജോബ് ഓഫർ. ക്ലിയർ ആവുന്നുണ്ടോ? പറയണേ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് എല്ലാവരും മാർക്കറ്റ് റേറ്റിൽ എത്രയാണ്, മാർക്കറ്റിൽ എത്ര രൂപയാണോ ആ പൊസിഷനിൽ അതിനേക്കാൾ കൂടുതൽ അങ്ങ് കൊടുക്കുകയാണ്. നെഗോഷിയേഷൻ ഓൺ ദ പാക്കേജ് ഫർദർ may not be entirely denied. നമുക്ക് പൂർണ്ണമായിട്ടും നെഗോഷിയേഷൻ നമുക്ക് എന്റെ ചർച്ചകള് നിഷേധിക്കാൻ പറ്റില്ല. The organization giving high job offer are considered more attractive among the employee for whom monetary benefits matter. ഈ നമ്മള് ഈ എന്താ പറയാ ഇതിനകത്തെന്ന് പറഞ്ഞേ സാലറി പാക്കേജ് നമ്മൾ പറഞ്ഞല്ലോ മാർക്കറ്റ് റേറ്റിലേക്കാൾ കൂടുതലാണ്. കൂടുതൽ എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിങ്ങനെ ഹൈ ജോബ് ഓഫർ കൊടുക്കുന്നത്. കണ്ടോ? ജോബ് ഓഫർ ആർ കൺസിഡർഡ് മോർ അട്രാക്റ്റീവ് എമംഗ് ദ എംപ്ലോയീസിന്റെ ഇടയിൽ കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവാൻ. ഇപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് പോയി ഒരു സ്ഥലത്ത് ജോലി കിട്ടി, 20,000 രൂപയാണ് സാലറി എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റിൽ ചിലപ്പോ 15,000 രൂപയായി ഉണ്ടാവുള്ളൂ ആ പോസ്റ്റില്. പക്ഷെ അതിനേക്കാളും 5,000 രൂപ കൂടുതലാന്ന് പറയുമ്പോ നമ്മളോട് പറയുമ്പോ നമ്മളും അങ്ങോട്ടേക്ക് ജോലി കിട്ടാൻ നമ്മൾ കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കില്ലേ? എന്റെ സാലറി കുറവാന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മൾ അങ്ങോട്ട് പോകാൻ വില്ലിങ് ആവില്ല അല്ലെ? പക്ഷെ മാർക്കറ്റിനേക്കാളും കൂടുതലാണ് സാലറി, എല്ലായിടത്തും കൊടുക്കുന്നേക്കാളും കൂടുതലാന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അങ്ങോട്ടേക്ക് അട്രാക്റ്റീവ് ആകും അല്ലെ? കൂടുതൽ എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാനായിട്ടാണ് ഹൈ ജോബ് കൊടുക്കുന്നത്. ഇറ്റ് ഓൾസോ ബൂസ്റ്റ് ദ ഓർഗനൈസേഷൻ ഇമേജ്. ഓർഗനൈസേഷന്റെ ഇമേജ് എന്തെയും കൂടും അല്ലെ? ഇമേജ് കൂടുതൽ ആളുകൾ ജോലിക്കായിട്ട് വരികയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, ആ കമ്പനിയുടെ ഇമേജ് കൂടും. To stay away from any disparity among the employee and to avoid moral issues between them, believe in giving a new hires a one-time incentives like a joining bonus, relocation allowance, or early performance review, so that their salary instantly show an increase. അവിടെ പ്രത്യേകിച്ച് നമ്മൾ വേറെ ഇതിന്റെ മോറൽ ഇഷ്യൂസ് കാര്യങ്ങള് അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. വേറെ മറ്റുള്ളവരുമായിട്ടുള്ള ഡിസ്പാരിറ്റി, വ്യത്യസ്തത. നോക്കിയേ, the firms believe in giving the new hires a one-time incentive like a joining bonus. ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ബോണസ് അങ്ങ് കൊടുക്കുക കമ്പനി ഉണ്ടോ? ജോയിനിങ് ബോണസ് വൺ ടൈം, ഒരു പ്രാവശ്യം കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ബോണസ് ആയിട്ട് 1,000 രൂപ അങ്ങോട്ട് കൊടുക്കും. അപ്പൊ നമ്മൾക്ക് കൂടുതൽ ഇതാവില്ലേ? റീലൊക്കേഷൻ അലവൻസ് ഓർ ഏർലി പെർഫോമൻസ് റിവ്യൂ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? അത് നൽകുന്നതിനാല് അപ്പൊ അവര് കൂടുതൽ പ്രോത്സാഹനങ്ങൾ കമ്പനി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സാലറി ഇൻസ്റ്റന്റ്ലി ഷോ ആൻഡ് ഇൻക്രീസ്. ഇപ്പൊ അവരോട് പറയുകയാണ് ഒരു വർഷം നിന്ന് കഴിയുമ്പോൾ ഇത്ര രൂപ, അടുത്ത വർഷം ഓരോ വർഷവും നമ്മൾ ഇത്ര ഇൻക്രിമെന്റ് വരുത്തും. അങ്ങനെയൊക്കെ പറയുമ്പോ എന്താ പറയാ, അവരുടെ സാലറീസ് വർധനവ് ഉണ്ടാകും. അപ്പാർട്ട് ഫ്രം ദീസ് ഇനിഷ്യൽ പ്രിഫറൻസ്, ആ പ്രാഥമിക മുൻഗണനയ്ക്ക് പുറമെ സാലറീസ് ആർ കെപ്റ്റ് അറ്റ് പാർ വിത്ത് അതർ എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. കേട്ടോ, ആ നമ്മള് ആ ഇനിഷ്യൽ പ്രിഫറൻസ് കൊടുത്തു. അതായത് നമ്മൾ ജോയിൻ ചെയ്ത ടൈമില് നമുക്ക് ഇൻസെന്റീവ്സ് നമ്മൾ കൊടുത്തു, അതിന് വേണ്ട ചെറിയ ആനുകൂല്യങ്ങൾ, ബെനിഫിറ്റ്സ് നമ്മൾ അവിടെ കൊടുത്തതാണ്. അവരുടെ സാലറി വർദ്ധിക്കുന്നു,
ഈ ഇനിഷ്യൽ പ്രിഫറൻസിന് പുറമെ തന്നെ ജീവനക്കാരുടെ ആ ഇപ്പോ എന്താ പറയാ സാലറീസ് ആർ കെപ്റ്റ് അറ്റ് പാർ വിത്ത് ദ അതർ എംപ്ലോയി ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിലെ മറ്റുള്ള എംപ്ലോയിക്ക് തുല്യമായ രീതിയിലുള്ള സാലറിയും അവര് കൊടുക്കുന്നു, ആ ഇതിലേക്ക് നിർത്തുന്നു. അതാണ് ഹൈ ജോബ് ഓഫർ. ഏത് രീതിയിൽ നോക്കിയാലും സാലറി പാക്കേജ് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കൂടുതലാണ്, മാർക്കറ്റ് റേറ്റിനേക്കാൾ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ഇനിഷ്യൽ ആയിട്ടുള്ള പ്രിഫറൻസ്, അതായത് വൺ ടൈം ഇൻസെന്റീവ് ലൈക്ക് എ ജോയിനിങ് ബോണസ്. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയൊരു എമൗണ്ട് നമുക്ക് ബോണസ് ആയിട്ട് കിട്ടും. റീലൊക്കേഷൻ അലവൻസുകൾ, ആനുകൂല്യങ്ങൾ, ഏർലി പെർഫോമൻസ് റിവ്യൂ, ഇതൊക്കെ നമ്മൾ അതുപോലെ തന്നെ സാലറീസ് ഒക്കെ എന്ത് ചെയ്യുന്നു, അതിന്റെ ഒപ്പം തന്നെ ഇൻക്രീസ് ചെയ്യാനും കാരണമാകും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെ അത് ഇങ്ങനെ ഹൈ ജോബ് ഓഫർ കൊടുക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അസമത്വം, പലതരത്തിലുള്ള വ്യത്യാസം ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, അല്ലാതെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും. ആൻഡ് ടു അവോയ്ഡ് മോറൽ ഇഷ്യൂസ്, ധാർമ്മിക പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ആൻഡ് ബിലീവ് ഇൻ ഗിവിംഗ് എ ന്യൂ ഹയർ എ വൺ ടൈം ഇൻസെന്റീവ്സ്. ആദ്യത്തെ പ്രാവശ്യം, അതായത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ജോയിനിങ് ബോണസ് പോലെ കൊടുക്കും, റീലൊക്കേഷൻ അലവൻസ് കൊടുക്കും, ഇയർലി പെർഫോമൻസ് റിവ്യൂ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾക്ക് അതുകൂടാതെ അവരുടെ സാലറിയിലും ഇൻക്രിമെന്റ്സ് കാര്യങ്ങൾ വരുത്തും. ആ ഇനിഷ്യൽ പെർഫോമൻസിന് പുറമെ തന്നെ മറ്റുള്ള ആ ഓർഗനൈസേഷനിലെ മറ്റുള്ള എംപ്ലോയിക്ക് തുല്യമായിട്ടുള്ള സാലറിയും അവരവിടെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തതാണ് മാക്സിമം ജോബ് ഓഫർ. മാക്സിമം ജോബ് ഓഫർ അതെന്താ? മാക്സിമം ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ആണ്, അത്രേ കൊടുക്കുള്ളൂ. ഇനി എന്ത് പറഞ്ഞാലും വേറെ കൊടുക്കൂല. അതാണ് ഓർഗനൈസേഷൻ തിരഞ്ഞെടുത്ത സെലക്റ്റീവ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള സാലറി അവർ കൊടുക്കും. അവര് പറയും, കട്ടയ്ക്ക് പറയും, ഇത്രയും ഞങ്ങൾക്ക് തരാൻ നിർവാഹമുള്ളൂ, ഇനി ഞങ്ങൾ തരില്ല, ഇത്രയേ ഉള്ളൂ, മാക്സിമം ആണ്, ഏറ്റവും സാധ്യമായതാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. മാക്സിമം ജോബ് ഓഫർ. അതായത് okay, in this type of offer the firm is providing its best possible remuneration. Remuneration എന്ന് പറഞ്ഞാൽ പ്രതിഫലമാണ് കേട്ടോ. Remuneration to the selected candidates. കണ്ടോ, ആ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിന് കമ്പനി അവർക്ക് ഏറ്റവും സാധ്യമായിട്ടുള്ള പ്രതിഫലം കൊടുക്കുന്നു, അല്ലെങ്കിൽ സാലറി ബെനിഫിറ്റ് അതൊക്കെ അവർക്ക് അത്രേ പറ്റുള്ളൂ, അതിൽ കൂടുതലില്ല, എന്ത് പറഞ്ഞാലും അത്രേ ഉള്ളൂ. ഫർദർ നെഗോഷിയേഷൻ ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. പിന്നീടുള്ള ചർച്ചകളൊന്നുമില്ല. അയ്യോ എനിക്ക് 10 രൂപ കൂടുതൽ തരണം, എനിക്കൊരു 1000 രൂപ മന്ത്ലി കൂടുതൽ തരണം, അങ്ങനെ അവിടെ കാൻഡിഡേറ്റ്സുമായിട്ടുള്ള എന്താ പറയാ സെലക്ടഡ് കാൻഡിഡേറ്റ്സുമായിട്ടുള്ള ആ ഒരു ചർച്ചകൾ കാര്യങ്ങളൊന്നും ഇല്ല പിന്നീട്. ഫർദർ നെഗോഷിയേഷൻ ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. പിന്നീടുള്ള ചർച്ചകളൊന്നും സ്വീകാര്യമല്ല. വൺസ് ദ ഓഫർ ഇസ് മെയ്ഡ്, കാരണം ഒരു പ്രാവശ്യം ജോബ് ഓഫർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതേ അത്രേ ഉള്ളൂ, പിന്നെ അതിന് യാതൊരു കാരണവശാലും കൂട്ടലോ അതൊന്നുമില്ല. ഇത് ക്യാൻ ബി എനി ഓഫ് ദ 3 ജോബ് ഓഫർ. അത് നമ്മൾ പറഞ്ഞ 3 രീതിയിലുള്ള ജോബ് ഓഫറിൽ ആകാം. ഒന്നില്ലെങ്കിൽ ലോ ജോബ് ഓഫർ ആവാം, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ ആവാം, അല്ലെങ്കിൽ ഹൈ ഓഫർ ആവാം. മനസ്സിലായോ? ഇത് 3 ആകാതെ മാക്സിമം ജോബ് ഓഫർ. ഇപ്പൊ നമ്മൾ വലിയ ഇതൊന്നും ഇല്ലാത്ത കമ്പനി ആണെങ്കിൽ അവർ ലോ ജോബ് ഓഫർ കൊടുക്കുള്ളൂ. അപ്പൊ കമ്പനിക്ക് അതെ മാക്സിമം ജോബ് ഓഫർ അതാ, കമ്പനിക്ക് മാക്സിമം അത്രേ കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ മറ്റ് ഇതുപോലെയുള്ള മറ്റ് കമ്പനികൾ അത്രയും രൂപ കൊടുക്കുള്ളൂ, അത് തന്നെ ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ, അതിന് 1 രൂപ പോലും കൂട്ടി തരാൻ പറ്റൂല, കമ്പനിക്ക് അത്രയും കൊടുക്കാൻ പറ്റുള്ളൂ. ഏറ്റവും സാധ്യമായത് കമ്പനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സാധ്യമായത് ഈ ഹൈ ജോബ് ഓഫർ ആണെങ്കിലും നമ്മൾ മാർക്കറ്റ് റേറ്റിനേക്കാൾ കൂടുതൽ കൊടുക്കും. ഇനി അതിൽ കൂടുതൽ കൊടുക്കാനായിട്ട് കമ്പനിക്ക് പറ്റില്ല. ക്ലിയർ ആയോ മാക്സിമം ജോബ് ഓഫർ എന്താണ്? അതായത് കമ്പനിക്ക് അവർക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് അത് ഏതാവാം, ലോ ജോബ് ഓഫർ ആവാം, കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ ആവാം, അല്ലെങ്കിൽ നമുക്ക് ഏതാകാം ഹൈ ജോബ് ഓഫർ ആവാം, ഏതും ആവാം. പക്ഷെ ഇനി ഒരു ചർച്ചയും കാര്യങ്ങളൊന്നുമില്ല, ഞാൻ അത്രേ തരുള്ളൂ, ഞങ്ങൾക്ക് എത്രയും മാക്സിമം തരാൻ പറ്റുള്ളൂ എന്ന് തീർത്ത് പറയാണ്. അതിന് okay, a low or a competitive or high job offer. The company very clearly specified that it has offered all it can afford for the post and convey its genuine interest in the finalist and leave it to the finalist to accept or reject the offer.
ഇനി കമ്പനി ക്ലിയർ ആയിട്ട് അത് സ്പെസിഫൈ ചെയ്യണം കേട്ടോ. കമ്പനി അത് വ്യക്തമായിട്ട് കൺവേ ചെയ്യണം. എന്താണ് എത്ര രൂപയെ തരാൻ പറ്റുള്ളൂ എന്നുള്ളത് പറയണം. ഓഫറിൽ പറയുന്നത് കൃത്യമായിട്ട് പറയണം. പിന്നെ അതുപോലെ തന്നെ പോസ്റ്റിന് ആ ഒരു പോസ്റ്റിലേക്ക് അവരെ എടുക്കാൻ പറ്റുന്ന ഈ ഫൈനലിസ്റ്റിനോടുള്ള ശരിക്കും ജെന്യുവിനായിട്ടുള്ള താല്പര്യം അവര് കൺവേ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ലീവ് ടു ദ ഫൈനലിസ്റ്റിന് കൊടുക്കണം. ആ ജോലി അക്സെപ്റ്റ് ചെയ്യോ റിജക്ട് ചെയ്യോ, ജോബ് ഓഫർ അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ അവരാ തീരുമാനിക്കുന്നത്. ഫൈനലിസ്റ്റിനോട് പറയാണ് നിങ്ങൾ സെലക്ട് ചെയ്തോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മതി, വേണമെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. അല്ലാതെ കമ്പനി നിർബന്ധിക്കൊന്നുമില്ല. കമ്പനി പറയും ഞങ്ങൾക്ക് ഇത്രേ തരാൻ പറ്റുള്ളൂ. അത് ഫൈനലിസ്റ്റ് ആണ് തീരുമാനിക്കുന്നത്. ആ ജോബ് ഓഫർ അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ. ആ കമ്പനി അവർ ഫൈനലിസ്റ്റിനോടുള്ള ശരിയായിട്ടുള്ള ഇൻട്രസ്റ്റ് അവർ കൺവേ ചെയ്യും. എല്ലാ സാലറി കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് അവർ കൺവേ ചെയ്യണം, അറിയിക്കണം, വ്യക്തമായിട്ട് തന്നെ പറയണം. എന്നിട്ട് അവരോട് തീരുമാനിക്കാൻ പറയാണ്. It will try to eradicate any kind of negative feeling which may arise in the mind of finalists as the offer made might be below their expectation. അതായത് വേറെ നെഗറ്റീവ് ഫീലിംഗ് കാര്യങ്ങളൊന്നും അതിനൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്യുന്നു. അതായത് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. നെഗറ്റീവ് ഫീലിംഗ് അതൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഈ ഫൈനലിസ്റ്റിന്റെ മനസ്സിൽ. അതായത് ഓഫർ മെയ്ഡ് മൈറ്റ് ബി ബിലോ ദെയർ എക്സ്പെക്ടേഷൻ. അവരുടെ പ്രതീക്ഷകൾക്ക് താഴെ ആയിരിക്കും ആ ഓഫർ, കൂടുതലല്ല. കമ്പനി നമ്മൾ ചിലപ്പോ ഒരു 10,000 രൂപ വിചാരിച്ചുകൊണ്ട് പോയതായിരിക്കും. കമ്പനി പറയും 8,000 രൂപയെ തരുള്ളൂ, കറക്റ്റൊക്കെ പറയാണ്. ഇനി അതിൽ കൂടുതൽ മാക്സിമം അത്രേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. കണ്ടോ, ചിലപ്പോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ പ്രതീക്ഷയ്ക്ക് ചിലപ്പോ ഓഫർ താഴെയായിരിക്കാം. This strategy works best when the organization offers a candidate a package that is less than his current package. ഈ തന്ത്രം ഏറ്റവും നന്നായി ജോബ് ഓഫർ കൊടുക്കുമ്പോൾ നമ്മള് നമ്മുടെ നിലവിലുള്ള പാക്കേജിനേക്കാൾ കുറഞ്ഞ പാക്കേജ് വാഗ്ദാനം ചെയ്യുമ്പോൾ മാത്രമേ ഈ സ്ട്രാറ്റജി വർക്ക് ഔട്ട് ആവുള്ളൂ. ഈ സ്ട്രാറ്റജി വർക്ക് ബെസ്റ്റ്, ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എപ്പോഴാ the organization offers a candidate a package less than his current package. നിലവിലുള്ള പാക്കേജിനേക്കാൾ കുറവാകുമ്പോൾ, കാൻഡിഡേറ്റ്സിന് അതിന്റെ ഓഫർ കുറവാകുമ്പോൾ മാത്രമേ ഈ മാക്സിമം ജോബ് ഓഫർ എന്ന് പറഞ്ഞ സ്ട്രാറ്റജി നല്ല രീതിയിൽ വർക്ക് ഔട്ട് ആവുള്ളൂ. ഓക്കെ, അതിന് നിങ്ങൾ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ദ കമ്പനി വെരി ക്ലിയർലി സ്പെസിഫൈ ദാറ്റ് എന്നില്ലേ, ആ സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തിടുക. ഓഫർ വരെ അത്രയും അണ്ടർലൈൻ ചെയ്തിട്ടാ ക്ലിയർ അല്ലേ? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക. ദ കമ്പനി വളരെ ക്ലിയർ ആയിട്ട് പറയണം. അത് ആ സെന്റൻസ് ദ കമ്പനി വെരി ക്ലിയർലി സ്പെസിഫൈ എന്ന് പറഞ്ഞു തുടങ്ങി ഓഫറിന് വരെ അണ്ടർലൈൻ ചെയ്തിടുക. ക്ലിയർ ആണ് അല്ലെ? അപ്പൊ അങ്ങനെ നമുക്ക് 4 ടൈപ്പ് ആണ്. എന്തിന് ബേസ് ചെയ്ത്? കോമ്പൻസേഷൻ പാക്കേജിന് ബേസ് ചെയ്തിട്ട്. ലോ ജോബ് ഓഫർ എന്തായിരുന്നു? മാർക്കറ്റ് റേറ്റിനേക്കാൾ കുറഞ്ഞ സാലറി ആണ് ഓഫർ ചെയ്യുന്നത് കമ്പനി. പിന്നെ കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ മറ്റു ഓർഗനൈസേഷൻ സെയിം ഇൻഡസ്ട്രിയിൽ മറ്റുള്ള ഓർഗനൈസേഷൻ എത്ര രൂപ കൊടുക്കുന്നത് അത് തന്നെ നമ്മളും കൊടുക്കും. ഓക്കെ, ഈ ഹൈ ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? മാർക്കറ്റ് റേറ്റിനേക്കാൾ കൂടുതൽ ജോബ് ഓഫർ കൊടുക്കുക ചെയ്യുന്നത് ഹൈ ജോബ് ഓഫർ. മാർക്കറ്റ് റേറ്റിൽ എത്രയാണോ അതിനേക്കാൾ കൂടുതൽ സാലറി ഓഫർ ചെയ്യും. ഇനി മാക്സിമം ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? അത് ചിലപ്പോൾ ലോ ജോബ് ഓഫർ ആവാം, കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ ആവാം, ഹൈ ജോബ് ഓഫർ ആകാം. പക്ഷെ എന്താ? കമ്പനിക്ക് ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള റിമ്യൂണറേഷൻ സാലറിയെ കൊടുക്കുള്ളൂ. കമ്പനിക്ക് അത്രയാണേ പറ്റുള്ളൂ, കമ്പനിക്ക് അത്രയേ കൊടുക്കാൻ നിർവാഹമുള്ളൂ, അതാ കൊടുക്കുള്ളൂ. അതാണ് കമ്പനിക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം. ഓക്കെ, ക്ലിയർ അല്ലേ 4 കാര്യങ്ങളും? ഇനി ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ അത്. ഇനി നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ട് അത്രയും വായിച്ച അതൊന്ന് നോക്കി വെക്കാം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അണ്ടർലൈൻ ചെയ്തത്. ഹൈ ജോബ് ഓഫറിൽ ഇതുപോലെ തന്നെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെ അത് നോക്കിയേ നടുക്കായിട്ട് ടു സ്റ്റേ അവേ ഫ്രം എനി ഡിസ്പാരിറ്റി, ആ ഒരു സെന്റൻസ് ഇൻക്രീസ് എന്ന് വരെ അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. അണ്ടർലൈൻ ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് ജോബ് ഓഫറിൽ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെ സാലറി പാക്കേജ് പൊസിഷൻ വരെ അണ്ടർലൈൻ ചെയ്തിടാം. സാലറി പാക്കേജ് ഓഫേർഡ് ഈസ് നിയർലി ഈക്വൽ, അത് തുടങ്ങി പൊസിഷൻ വരെ അണ്ടർലൈൻ ചെയ്തിടാം.
ഓക്കെ അല്ലേ? ഇനി നമ്മള് കണ്ടന്റ് ഓഫ് ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ്, ഒരു ജോബ് ഓഫർ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ട കണ്ടന്റ് എന്തൊക്കെയാണ് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഒരു ജോബ് ഓഫർ നമ്മൾ കൊടുക്കുമ്പോൾ എന്തൊക്കെ കണ്ടന്റ് ആണ് അതിൽ ഉണ്ടായിരിക്കുന്നത്? മനസ്സിലായോ? എന്തൊക്കെയാണ് ഒരു ജോബ് ഓഫർ കൊടുക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട കണ്ടന്റ്? ഒന്നാമത്തെ എന്താ? ഓഫറിംഗ് ജോബ് പൊസിഷൻ. പൊസിഷൻ പറയണ്ടേ? ഒരു ജോലി നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ ഏത് പൊസിഷനാണ് പറയണ്ടേ അല്ലെ? മാനേജർ ആയിട്ടാണോ, ക്ലർക്ക് ആയിട്ടാണോ, അസിസ്റ്റന്റ് ആയിട്ടാണോ, ഏതാണോ പോസ്റ്റ് അത് പറയണം. എന്ത് പൊസിഷനിലേക്കാണ് ആ ജോലി ഓഫർ ചെയ്യുന്നത്, ഏത് പൊസിഷൻ ആണെന്നുള്ളത് പറയണം. അടുത്ത നോക്കിയേ, റിമ്യൂണറേഷൻ ഇൻക്ലൂഡഡ്, അതിന്റെ പ്രതിഫലം സാലറി പറയണം. ഉണ്ടോ? റിമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിഫലം. അടുത്തത് എംപ്ലോയി ബെനിഫിറ്റ്, എംപ്ലോയിയുടെ ബെനിഫിറ്റുകൾ പറയണം, പ്രയോജനങ്ങൾ, നേട്ടങ്ങൾ പറയണം. പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് സാലറി ഇൻക്രിമെന്റ് പീരീഡ്. പെർഫോമൻസ് അപ്രൈസൽ, പ്രകടന വിലയിരുത്തലുകൾ, അവരുടെ പെർഫോമൻസിന്റെ വിലയിരുത്തലുകൾ. സാലറി ഇൻക്രിമെന്റ് പീരീഡ്, സാലറി വർദ്ധിക്കുന്ന ഇത് ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോ ഓരോ വർഷവും സാലറി ചിലപ്പോ ഒരു 500 രൂപ വീതം കൂട്ടാം, ഇയർലി കൂട്ടാം, അല്ലെങ്കിൽ 6 മന്ത്സ് ആകുമ്പോൾ സാലറി പാക്കേജ് കൂട്ടാം. 500 രൂപ വീതം ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറിയിലെ കൂട്ടാം. സാലറി ഇൻക്രിമെന്റ് പീരീഡ് പറയണം, എത്ര വർഷം കൂടുമ്പോഴാണ് സാലറിയിലെ ഇൻക്രിമെന്റ് വന്നേന്ന് പറയണം. ഡേറ്റ് ഓഫ് ജോയിനിങ്, എന്നാണ് ജോയിൻ ചെയ്യേണ്ടത് അത് പറയണ്ടേ? പ്രത്യേകിച്ച് വേണ്ടേ? എന്നാ ജോയിൻ ചെയ്യണേന്ന് കമ്പനിയില്ല, അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ നമ്മൾ ചെല്ലണ്ടേ അല്ലെ? ഡേറ്റ് ഓഫ് ജോയിനിങ് പറയണം. പ്ലേസ് ഓഫ് പൊസിഷൻ, എവിടെയാണ് പോസ്റ്റ് ചെയ്തേക്കുന്നത്, എവിടേക്കാണ് പോസ്റ്റ് അത് പറയണം, പ്ലേസ് പറയണം. പർട്ടിക്കുലർ കണ്ടീഷൻസ് ഓഫ് ദ ജോബ് ഓഫർ, ജോബ് ഓഫറിന്റെ പ്രത്യേക കണ്ടീഷൻസ് പറയണം. പർട്ടിക്കുലർ കണ്ടീഷൻസ് ഓഫ് ദ ജോബ് ഓഫർ, ജോബ് ഓഫറിന്റെ കണ്ടീഷൻസ് പറയണം. ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ കമ്പനി പോളിസീസ്, കമ്പനിയുടെ പോളിസിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ അത് പറയണം. കമ്പനിയുടെ നിയമങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങള്, വിവരങ്ങൾ പറയണം. ജോബ് ഓഫറിന്റെ കണ്ടീഷൻ പറയണം. നമ്മൾ കണ്ടീഷൻ ജോബ് ഓഫർ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള കണ്ടീഷൻസ് പറയണം. ഇന്ന കണ്ടീഷൻസ് ഉണ്ട്, അതുപോലെ ഓക്കെ ആണെങ്കിലാണ് എന്നത് പറയണം. പർട്ടിക്കുലർ കണ്ടീഷൻ ഓഫ് ദ ജോബ് ഓഫർ. പിന്നെ അടുത്തതാണ് കമ്പനിയുടെ പോളിസികളുമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കണം. പിന്നെ അടുത്ത സ്പേസ് ഓർ ലൈൻ ഓഫ് സൈൻ ഫോർ ബോത്ത് എംപ്ലോയി ആൻഡ് എംപ്ലോയർ. ഇനിയുള്ള എംപ്ലോയറും എംപ്ലോയിയും അതിന് സൈൻ ചെയ്യാനുള്ള സ്പേസ് അല്ലെങ്കിൽ അതിനുള്ള ലൈൻ വേണം. നമ്മള് സിഗ്നേച്ചറിൽ ഒരു കോൾ ഓഫ് ഉണ്ടാവില്ലേ, ഒരു ബോക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ്സ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഉണ്ടാവില്ലേ? എംപ്ലോയറിന്റെയും എംപ്ലോയിക്കും സൈൻ ചെയ്യാനുള്ള സ്പേസ് വേണം. സ്പേസ് ഫോർ ഡേറ്റ് ഓഫ് സിഗ്നേച്ചർ ലൈൻസ്, സൈൻ ചെയ്യുമ്പോൾ ഡേറ്റ് ചെയ്യാനുള്ള സ്പേസും വേണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു ജോബ് ഓഫർ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന കണ്ടന്റ്. ക്ലിയർ ആണോ നോക്കിയേ? കണ്ടന്റ് ഓഫ് ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ്. കണ്ടന്റ് ഓഫ് ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ്. എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടന്റ്? എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ജോബ് പൊസിഷൻ പറയണം അല്ലെ, ഏത് പോസ്റ്റ് ആണെന്ന് പറയണം. പിന്നെ അതുപോലെ പ്രതിഫലം, റിമ്യൂണറേഷൻ, അറിയില്ലാത്തവരൊക്കെ എഴുതി വെച്ചോട്ടോ. പ്രതിഫലമാണ് അത് നമ്മൾ പറയണം. സാലറിയില്ലേ അത് പറയണം. പിന്നെ എംപ്ലോയിക്ക് കിട്ടുന്ന മറ്റു ബെനിഫിറ്റ്, ആനുകൂല്യങ്ങൾ, കാര്യങ്ങളൊക്കെ പറയണം. പിന്നെ അതുപോലെ തന്നെ പ്രകടന വിലയിരുത്തൽ, പെർഫോമൻസ് അപ്രൈസൽ, പ്രകടന വിലയിരുത്തലും സാലറി ഇൻക്രിമെന്റ് പീരീഡ്. ചിലപ്പോ അവര് പറയും ഓരോ മന്ത്ലി, അല്ലെങ്കിൽ മന്ത്ലി ഇല്ല കേട്ടോ, ഇനി അങ്ങനെയില്ല, ഒരു ചിലപ്പോ 6 മാസം കൂടുമ്പോഴോ 1 വർഷം കൂടുമ്പോ ഇയർലി സാലറി ഇൻക്രിമെന്റ് ഉണ്ടാകും. ഓരോ വർഷം കൂടുമ്പോൾ സാലറിയിൽ 500 രൂപ വീതം കൂട്ടിത്തരാം. അങ്ങനെയുള്ളത് കൃത്യമായിട്ട് അത് പറയണം. ഡേറ്റ് ഓഫ് ജോയിനിങ്, എന്നാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് ആ ഡേറ്റ്. പ്ലേസ് ഓഫ് പോസ്റ്റിംഗ്, എങ്ങോട്ടേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ട പ്ലേസ്, എങ്ങോട്ടേക്കാണ്, എവിടേക്കാണ് പോസ്റ്റ്. പിന്നെ അടുത്ത ജോബ് ഓഫറിന്റെ പർട്ടിക്കുലർ കണ്ടീഷൻസ്, നമ്മൾ പറഞ്ഞില്ലേ particular conditions of the job offer. പിന്നെ അടുത്തതാണ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ കമ്പനീസ് പോളിസി, കമ്പനിയുടെ പോളിസിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ. പിന്നെ അടുത്ത് നോക്കിയേ, സ്പേസ് ഓർ ലൈൻസ് ഓഫ് സൈൻ ഫോർ ബോത്ത് എംപ്ലോയി ആൻഡ് എംപ്ലോയർ.
എംപ്ലോയിയും എംപ്ലോയറിനും സൈൻ ചെയ്യാനുള്ള ആ സ്പേസ് വേണം. പിന്നെ അടുത്തതിൽ ഡേറ്റ് എഴുതാനുള്ളത്. സ്പേസ് ഫോർ ഡേറ്റ് ഓഫ് സിഗ്നേച്ചർ. ആ സിഗ്നേച്ചർ ഇല്ലേ, അതിന്റെ താഴെ നമ്മൾ എന്താ ഒരു ഡേറ്റ് എഴുതാനുള്ള, അതിന്റെ താഴെയല്ല, അതായത് അതിനുള്ള സിഗ്നേച്ചർ ക്ലയന്റ് അവിടെ നമ്മൾ ഡേറ്റ് എഴുതാനുള്ള ഒരു സ്പേസ് കൂടി വേണം. സൈൻ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഡേറ്റ് എഴുതാനുള്ള സ്പേസും കൂടി വേണം. ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി നോക്കിയ ഒരു ഓഫർ ലെറ്റർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സാമ്പിൾ ഓഫ് ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ് കണ്ടോ, ഒരു ഓഫർ ലെറ്റർ ആണ് ഇവിടെ കാണിച്ചത്. ഇതിന്നൊന്നും ക്വസ്റ്റ്യൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, ചോദിക്കാറില്ല, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഒരു ഓഫർ, ജോബ് ഓഫർ ലെറ്ററിന്റെ സാമ്പിൾ ആണ് ഈ കൊടുത്തത്. ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം, ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ കുറച്ച് നോക്കാം നമുക്ക്. സാമ്പിൾ ഓഫ് ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ്. അപ്പൊ അതിനകത്ത് എന്താണ് ഒന്നാമത്തെ ടോപ്പിൽ കൊടുത്തത്? എന്താ? കമ്പനി ഇൻഫർമേഷൻ ഓൺ ലെറ്റർ ഹെഡ്. കമ്പനിയുടെ ഇൻഫർമേഷൻ ലെറ്റർ പാഡ് അല്ലെങ്കിൽ ഇമെയിലില് പ്രൊവൈഡ് ചെയ്യും. ഇതാണോ നമ്മുടെ കമ്പനിയുടെ മെയിൽ ഐ ഡി ഒക്കെ ഉണ്ടാവില്ലേ, അതായിരിക്കും ഏറ്റവും മുകളിൽ കൊടുത്തേക്കുന്നത്. കമ്പനിയുടെ പേര് അത് ലെറ്റർ പാഡില്, ലെറ്റർ ഹെഡ് ലെറ്റർ പാഡില് അല്ലെങ്കിൽ ഇമെയിലില് പ്രൊവൈഡ് ചെയ്യും. ഇന്ന നമുക്ക് ഓരോരുത്തർക്കും മെയിലില്ലേ, മെയിൽ ഐ ഡി ഒക്കെ ഇല്ലേ, അതുപോലെ കമ്പനിയുടെ ഐ ഡി ഇല്ലേ, ഇമെയിൽ ഐ ഡി ഒക്കെ ഇല്ലേ, അതായിരിക്കും ഏറ്റവും ടോപ്പിൽ. എങ്കിലേ മെയിൽ ഐ ഡി ഇല്ലേ, എല്ലാവർക്കും ഇല്ലേ മെയിൽ ഐ ഡി? ഉണ്ട്. അതുപോലെ കമ്പനിയുടെ ഇമെയിൽ ഐ ഡി ഏറ്റവും മുകളിൽ അത് പ്രൊവൈഡ് ചെയ്യും. ഇനി ഡേറ്റ്, ഇനി താഴെ നമ്മൾ അതിന്റെ താഴെ ഡേറ്റ് ഇടും. ഇനി നെയിം ഓഫ് റെസിപ്പിയന്റ്, ഇനി ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇനി ആർക്കാണ്, ശ്രീലക്ഷ്മിക്കാണോ ജോബ് ഓഫർ വന്നെങ്കിൽ ശ്രീലക്ഷ്മിയുടെ പേര് അവിടെ എഴുതണം, ശ്രീലക്ഷ്മിന്ന് എഴുതണം. ഓക്കെ. പിന്നെ അടുത്തത് ടൈറ്റിൽ. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഹെഡിങ്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, എന്തിനു വേണ്ടിയിട്ടുള്ള ലെറ്റർ ആണ്, ജോബ് ഓഫർ ലെറ്റർ ആണ്, ടൈറ്റിൽ എന്താണെന്നുള്ളത് എഴുതണം. ഇനി താഴെ നോക്കിയാൽ നെയിം ഓഫ് ദ കമ്പനി, കമ്പനിയുടെ പേര് അവിടെ എഴുതണം. നെയിം ഓഫ് ദ കമ്പനി എന്നുള്ളത് എന്ത് എഴുതണം നമ്മൾ ലെറ്റർ എഴുതുമ്പോ? ആ കമ്പനി ഏത് കമ്പനിയാണോ ആ കമ്പനിയുടെ പേരാണ് അവിടെ എഴുതേണ്ടത്. അഡ്രസ് ഓഫ് കമ്പനി, കമ്പനിയുടെ അഡ്രസ്സും എഴുതണം. ഇനി നമ്മൾ എഴുതി തുടങ്ങുമ്പോ എങ്ങനെയാ? ഡിയർ, ആർക്കാർക്കാ നമ്മൾ ഓഫർ ലെറ്റർ കൊടുക്കുന്നത്? ശ്രീലക്ഷ്മിക്കല്ലേ. അപ്പൊ നെയിം ഓഫ് ദ റെസിപ്പിയന്റ്, റെസിപ്പിയന്റിന്റെ പേര് എന്തെഴുതും? ഡിയർ ശ്രീലക്ഷ്മി. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഒരു ഓഫർ ലെറ്റർ തുടങ്ങുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? ഒന്നാമത്തെ എന്താ? മെയില്, കമ്പനിയുടെ ഇൻഫർമേഷൻ ലെറ്റർ പാഡില് അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ആണ് നമ്മൾ അവിടെ ഏറ്റവും മുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എഴുതുന്ന ഡേറ്റ് അവിടെ കൊടുക്കും. പിന്നെ ആർക്കാണോ ആ ഓഫർ ലെറ്റർ കൊടുക്കുന്നത് അയാളുടെ പേര് എഴുതണം. ഇനി ഏത് പൊസിഷനാണ്, ടൈറ്റിൽ നമ്മൾ കൊടുക്കണം. എന്താണ് ആ ടൈറ്റിലാണ് കേട്ടോ, എന്താണ്, ആർക്കാണ്, നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഹെഡിങ് അവിടെ കൊടുക്കും. പിന്നെ കമ്പനിയുടെ പേര് അവിടെ കൊടുക്കും. പിന്നെ അഡ്രസ് കൊടുക്കും, അഡ്രസ് ഓഫ് കമ്പനി, കമ്പനിയുടെ അഡ്രസ് കൊടുക്കും. ഡിയർ, ആർക്കാണ് എഴുതണേ? ഇപ്പൊ ഷബാനയ്ക്ക് ആണെങ്കിൽ ഡിയർ ഷബാന. നെയിം ഓഫ് ദ റെസിപ്പിയന്റ് അങ്ങനെ എഴുതാൻ പാടില്ല കേട്ടോ. നെയിം ഓഫ് റെസിപ്പിയന്റ് എന്നല്ല, അവിടെ റെസിപ്പിയന്റ് ആർക്കാണോ നമ്മൾ എഴുതുന്നത് അയാളുടെ പേരായിരിക്കും കൊടുക്കേണ്ടത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത മൺഡേ അല്ലേ നമുക്ക് വന്നത്, അന്ന് നമുക്ക് ലെറ്റർ എഴുതാം കേട്ടോ. ലെറ്ററിന്റെ ഫോർമാറ്റ് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഡിയർ ആർക്ക് അതുപോലെ ലെറ്റർ നമുക്ക് അടുത്ത മൺഡേ വരുമ്പോ എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എല്ലാവരും മൺഡേ വരുമ്പോ ലെറ്റർ എഴുതാൻ തയ്യാറായിട്ട് പോരെ. ലെറ്റർ ഒക്കെ എഴുതിയിട്ടുണ്ടോ? ഇപ്പൊ ആരെ എഴുതണേ അല്ലേ? പണ്ടൊക്കെ ലെറ്റർ എഴുതിയിട്ടുണ്ട് അല്ലേ? പണ്ട്. ഇപ്പൊ ഒന്നും ലെറ്ററിന്റെ ആവശ്യമില്ല, നമുക്ക് മെസ്സേജ് നേരെ ഫോണില് മെസ്സേജ് ചെയ്താൽ പോരെ. വാട്സപ്പ് ഉണ്ട്, മെയിൽ ഉണ്ട്, എന്ത് വേണമെങ്കിലും നമുക്ക് ഇപ്പൊ ചെയ്യാം. പണ്ട് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയി ഇത് മേടിച്ചിട്ട് ലെറ്റർ മേടിച്ച് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇപ്പൊ ഇല്ല അല്ലെ? ഇപ്പൊ അതിന്റെ ഇതൊന്നും ഇല്ല. എന്തായാലും നമുക്ക് കുറെ നാളായിട്ട് നമുക്ക് അറിയില്ല. നമുക്ക് തിങ്കളാഴ്ച വരുമ്പോ ബാക്കിത്തെ ലെറ്റർ എഴുതാം. ഓക്കെ, ഫോർമാറ്റ് വരെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.